അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ചാനൽ, വാട്സപ്പ് ഗ്രൂപ്പ് ഇവയൊക്കെ ഫോളോ ചെയ്യുന്നവരിൽ നിന്നും ഗർഭിണിയായി എന്ന് പറഞ്ഞ ചില പോസിറ്റീവ് കമൻറ്റുകൾ വായിക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്ന പോസിറ്റീവ് കമൻറ്റുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ. ആദ്യ കമൻറ്റ് ദിവ്യ രഞ്ജിത്ത് എന്ന ഐഡിയിൽ നിന്നും 13 വർഷത്തിന് ശേഷം വീണ്ടും എനിക്ക് പോസിറ്റീവായി. ട്രീറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. 7 മാസമായി ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു. അണ്ടത്തിൻ്റെ ക്വാളിറ്റി കൂടാനുള്ള ടിപ്സുകളാണ് ചെയ്തത്. ദൈവാനുഗ്രഹം കൂടി ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത്. ദൈവത്തിനും ഇക്കാക്കും നന്ദി. അടുത്ത കമൻറ്റ്, അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ. 11 വർഷത്തിന് ശേഷം ഞാനും പ്രഗ്നൻ്റായി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇക്കാനോടും മിത്താനോടും 3 പ്രാവശ്യം പോസിറ്റീവായെങ്കിലും അബോർഷൻ സംഭവിച്ചു. ഇത് നിലനിർത്തി തരാൻ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. എൻ്റെ ദുആയിൽ എന്നും നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ്. 6 വർഷത്തിന് ശേഷം വീണ്ടും പോസിറ്റീവായതാണ്. IVF-ലേക്ക് പോകാൻ തീരുമാനിച്ചിടത്ത് നിന്നാണ്. ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെങ്കിലും ഇക്കൻ്റെ അടുത്ത് പോയിരുന്നില്ല. അങ്ങനെ ഇക്കാനെ ഒന്ന് നേരിൽ കാണാം, എല്ലാം പറയാം എന്ന് മനസ്സിലുറപ്പിച്ചു. ഞാനും ഭർത്താവും കൂടി പോയി ഇക്കാനെയും മിത്താനെയും കണ്ട് മണിക്കൂറുകളോളം അന്ന് സംസാരിച്ചു. മനസ്സിലെ എല്ലാ വിഷമങ്ങളും തുറന്ന് രണ്ടുപേരും പറഞ്ഞു. അന്ന് ഇക്കയും മിത്തയും കൂടി നല്ല രീതിയിൽ മോട്ടിവേഷൻ തന്നു. IVF-ലേക്ക് പോകും മുന്നേ 3 മാസം കൃത്യമായി ഫോളോ ചെയ്യാൻ ഒരു ചാർട്ട് എഴുതി തന്നു. രാവിലെ ഉണർന്ന മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഫോളോ ചെയ്യാനും എനിക്കാവുന്നത് പോലെയൊക്കെ ഞാനത് ഫോളോ ചെയ്തു. 2 മാസം ശരിയായി പോയിരുന്നു. പിന്നെ നോമ്പ് വന്നു, എങ്കിലും ആവുന്ന രീതിയിൽ ചെയ്തു. ഞാൻ ചെയ്തത് ഉണക്കമുന്തിരി അത്തിപ്പഴവും കുതിർത്തി വെച്ച് കഴിച്ചു, ബദാം വെള്ളത്തിലിട്ട് കഴിച്ചു, യോഗ ചെയ്തു, ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മധുരക്കിഴങ്ങ്, മുത്താറി, ഓട്സ് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി. അരി ഭക്ഷണം കുറച്ചു. ഇതിൻ്റെ കൂടെ ഇക്ക ഗ്രൂപ്പിൽ പറഞ്ഞു തന്ന ആത്മീയപരമായ കാര്യങ്ങളും ചെയ്തു. സൂറത്തുൽ ഫത്ഹ് ഓതിയിരുന്നു. എല്ലാവരും പറയുന്നത് ശരിക്ക് ഫോളോ ചെയ്ത് നോക്കി. മാറ്റം നമ്മൾ പോലും അറിയാതെ നമ്മെ തേടി വരും. ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ്. മറ്റൊരു പോസിറ്റീവ് കമൻറ്റ്, അൽഹംദുലില്ലാ, ഞാനും പ്രഗ്നൻ്റായി. താങ്ക് യു ഇക്ക. ഇക്കാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമുക്ക് വേണ്ടി ഒരുപാട് അറിവുകൾ പറഞ്ഞു തരുന്ന ഇക്കാക്ക് ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. എനിക്കിത് സെക്കൻഡ് പ്രഗ്നൻസിയാണ്. 7 വയസ്സുള്ള ഒരു മോളുണ്ട്. ഈ ഗ്രൂപ്പിൽ ഞാൻ ചേർന്നിട്ട് 1 വർഷമാവുമ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ കഴിഞ്ഞു. എനിക്ക് PCOD ഉണ്ടായിരുന്നു. AMH ഹൈ ആയിരുന്നു. PCOD ടിപ്സ് ഫോളോ ചെയ്തു, മാറ്റിയെടുത്തു. ഗ്രൂപ്പിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ കൊണ്ടുവന്നു. എന്ത് സാഡ്നെസ് വന്നാലും അതിനെ മറികടക്കാനും ഹാപ്പി ആയിരിക്കാനും എപ്പോഴും ശ്രമിച്ചു. ഇക്കാടെ അടുത്ത് ക്ലിനിക്കിൽ പോയിരുന്നു. ഇക്ക തന്ന PCOS ടാബ്ലറ്റ് 2 മാസം കഴിച്ചിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ 3 മാസം പ്രഗ്നൻ്റ് ആണ്. ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കുക. എല്ലാവരും എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവാൻ കഴിയട്ടെ. സ്വാലിഹായ മക്കളെ തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ്. എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും. മറ്റൊരു കമൻറ്റ്, അൽഹംദുലില്ലാ, ഞാനും ഗർഭിണിയായി. റബ്ബിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണിത്. ഈ പ്രഗ്നൻസി ഗൈഡൻസ് ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഇത്ര നല്ല മാറ്റങ്ങൾ വന്നത്. നമുക്ക് വേണ്ടി ഇത്ര കരുതലോടെ അറിവുകൾ പങ്കുവെക്കുന്ന ഇക്കാക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. റബ്ബ് ഇക്കയ്ക്ക് ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇക്കയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഇറഗുലർ പീരിയഡും ഉണ്ടായിരുന്നു. ഒരുപാട് ടെൻഷനും ദേഷ്യവും സങ്കടവും. പക്ഷേ ഞാൻ ചെറിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവന്നു. PCOD ഡയറ്റ് ഫോളോ ചെയ്തു. സ്ട്രെസ്സ് പരമാവധി ഒഴിവാക്കി. കഴഞ്ചിക്കുരു കഴിച്ചു. കിഡ്നി ബീൻസ് കയ്യിൽ വെച്ച് കിടന്നു. ആഴ്ചയിൽ 2 ദിവസം നല്ലെണ്ണ ചേർത്ത് മസാജ് ചെയ്തു. രാവിലെ വെയിൽ കൊള്ളാൻ ശ്രദ്ധിച്ചു. എൻ്റെ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പതിയെ ഒഴിഞ്ഞു മാറി. ആൾക്കൂട്ടം പരിഹസിക്കുന്ന ചോദ്യങ്ങൾ എന്നിവ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കും. ഇപ്പോൾ അൽഹംദുലില്ലാ ഞാൻ ആരോടും വഴക്കിടാറില്ല. പരമാവധി എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുന്നു. മനസ്സിലുള്ള വെറുപ്പെല്ലാം ഒഴിവാക്കി. പിന്നെ ഞാൻ സൂറത്ത് മറിയം ഓതാറുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് സമാധാനം നൽകി. അൽഹംദുലില്ലാ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഞാൻ ഗുളിക പോലും കഴിച്ചില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇംഗ്ലീഷ് മെഡിസിൻ ഇല്ലാതെ പ്രഗ്നൻ്റ് ആവണമെന്നതായിരുന്നു. അൽഹംദുലില്ലാ അത് സഫലമായി. ഇപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ്. എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും. എല്ലാവരും ഇതുപോലെ ഹോപ്പ് വിടാതിരിക്കുക. നല്ല സമയം വരും. റബ്ബ് എല്ലാവർക്കും സ്വാലിഹായ മക്കളെ നൽകട്ടെ, ആമീൻ. കൂടുതൽ വിശേഷങ്ങളും പോസിറ്റീവ് കമൻറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.